ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 125 വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. കമ്പനി ലൈനർ തന്നെ കിടക്കണേ, അത്യാവശ്യം ഉപയോഗിക്കാനോട് ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനുണ്ട്. നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ കഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ലൈനർ അത് തന്നെ റീസെറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽട്ടർ നമുക്ക് നോക്കുമ്പോൾ കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കണേ, കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, നമുക്ക് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗമായാലും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ പറയത്തക്ക ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ആയാലും ഭാഗത്തുനിന്ന് ഓയിൽ ലീക്കൊന്നും കാണുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ബെൽറ്റ് വർക്ക് ചെയ്ത് ക്ലച്ച് ഷൂവിൻ്റെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരഞ്ഞ പൊടി കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതൊക്കെ നേരടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അതിൻ്റെയൊക്കെ പ്ലേയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഓക്കെയാണ്, നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല. ബെൻഡെക്സ് യൂണിറ്റിൻ്റെ ആയാലും പെർഫോമൻസും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ക്ലച്ച് ഷൂ ചെക്ക് ചെയ്തായിരുന്നു, നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, വർക്കിംഗ് ആണ്, സ്മൂത്ത് വർക്കിംഗ് ആണ് കേട്ടോ, വേറെ ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും വേറെ ഡാമേജോ സ്ക്രാച്ചസോ കാര്യങ്ങളോ നിലവിലില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റ് തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ. പക്ഷേ നമുക്ക് അതിൻ്റെ സെൻട്രൽ പോർഷനിലേക്ക് നോക്കുമ്പോൾ ഇവിടെ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്, അതായത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് ചില ഭാഗങ്ങൾ ഇച്ചിരി ഡീപ്പായിട്ട് കാണുന്നുണ്ട്. ഈ സൈഡൊക്കെ നോക്കുമ്പോൾ ഇച്ചിരി ഡീപ്പായിട്ട് കാണുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിടണം നല്ലത്. കാരണം ഞാൻ ഇതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ എങ്ങാനും ഓട്ടത്തിലൊരു 2 സൈഡും പൊട്ടിയതുകൊണ്ട് ഒരു കട്ട എങ്ങാനും പൊളിഞ്ഞു പോന്നാൽ പിന്നെ ബാക്കിയത്തെ പെട്ടെന്നായിരിക്കും ഡാമേജിലേക്ക് പോകും. ഈ സൈഡൊക്കെ നോക്കുമ്പോൾ ഇച്ചിരി ഡീപ്പായിട്ടുള്ള പൊട്ടലാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ മാറ്റിയിടണമാണ് നല്ലത്. ഏകദേശം നമുക്ക് മാറ്റേണ്ട ഒരു കിലോമീറ്റർ പരിധിയായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്യും. ക്ലച്ച് കവറിൻ്റെ ഉള്ളിൽ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിളിൻ്റെ പെർഫോമൻസൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ചോക്ക് കേബിൾ നമ്മൾ നോക്കുമ്പോൾ ചോക്ക് ഉപയോഗിക്കലില്ല എന്ന് തോന്നുന്നു, കാരണം ഞാൻ ഫുൾ ടൈറ്റായിട്ട് ഇരിക്കാം. ആ കേബിൾ നമുക്ക് മാറ്റിയിടണം. കാരണം അതല്ലെങ്കിൽ ഇപ്പം എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഓൾറെഡി ഔട്ടർ വലിഞ്ഞ ഒരു അവസ്ഥയിലപ്പോൾ നിൽക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈലേജിനൊക്കെ ഡയറക്റ്റ് ബാധിക്കുന്നത്. ഈ ഔട്ടർ പൊട്ടിയേക്കണമാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോക്ക് ഒരല്പം ഇങ്ങോട്ട് വലിഞ്ഞ് നിൽക്കും. ഇങ്ങോട്ട് വലിഞ്ഞ് നിൽക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ പെട്രോളായിരിക്കും കൂടുതൽ ഇറങ്ങിച്ചല്ല. എയർ ബ്ലോക്ക് ചെയ്തിട്ട് പെട്രോളൊക്കെ കൂടുതൽ ഇറങ്ങിച്ചല്ലോ. അങ്ങനെ വരുമ്പോൾ മൈലേജ് നമുക്ക് ഒരുപാട് ബാധിക്കും. ആക്സിലേറ്റർ കേബിളിന് അങ്ങനെ വേറെ പ്രോബ്ലം ഇല്ല, ചോക്കിൻ്റെ കേബിളാണ് കംപ്ലയിൻ്റ് വന്നത്. പിന്നെ വാട്ടർ സർവീസ് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ്. എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ബാക്ക് വീലിന്മേലും ഇടയ്ക്ക് ചെളി കയറിയുണ്ട്, കാരണം ഇവിടുത്തെ ഫ്ലാപ്പ് കട്ടായി പോയേക്കാം. അപ്പം ഈ കണ്ടീഷനിൽ തന്നെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ട് ആ ഫ്ലാപ്പും സെറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കഴുകുണ്ടാകുന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കണേ. പക്ഷേ ഉള്ളിലത്തെ അവസ്ഥ ഇതാ, പുറമെ കഴുകി കഴിഞ്ഞാൽ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ്. അപ്പോൾ അതങ്ങ് ചെയ്താൽ നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ തന്നെ ലൊക്കേഷനാണത്, ആ ഭാഗത്ത് തന്നെ. സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുമ്പോൾ സ്പോഞ്ച് ടൈപ്പാണ്, അത് ഒടിഞ്ഞൊടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട്. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, നല്ല പാഡാണ്. ബ്രേക്ക് കാലിപ്പറിൻ്റെ ബ്രാക്കറ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, ബ്രേക്ക് ഒരല്പം കുറവായിട്ടാണ് കാണുന്നത്. അത് നമുക്ക് അതിൻ്റെ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. 2023 മോഡൽ ബാറ്ററിയാണ് അതും ഇരിക്കുന്നത് ആമറോണിൻ്റെ. നമ്മളതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബാറ്ററി നമ്മൾ വോൾട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ 12.80 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കാണിക്കുന്നത് ഡാമേജ് എന്നുള്ള കണ്ടീഷനിലാണ് കാണിക്കുക. അത് ബാറ്ററിയുടെ വോൾട്ട് കറക്റ്റായിട്ട് ഉണ്ടെങ്കിലും ടെസ്റ്റിൽ കാണിക്കുന്ന ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ സെൽഫിൻ്റെ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് കാണിച്ചാൽ 2023 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വാറണ്ടി പീരീഡിൽ ഉണ്ടാവും ബാറ്ററി. അപ്പോൾ സെൽഫുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അത് വാറണ്ടിക്ക് ക്ലെയിം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. അതനുസരിച്ചിട്ട് സെൽഫ് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സെൽഫ് അടിക്കുന്നതിനൊന്നും പ്രോബ്ലം ഒന്നുമില്ല. ബാറ്ററിയുടെ ചാർജും കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്, വണ്ടിമേന്ന് കയറുന്ന അളവും ഒക്കെ കറക്റ്റാണ്. അപ്പോൾ ബാറ്ററി ഇതിനകത്ത് ചെറിയൊരു വേരിയേഷൻസ് വന്നാൽ പോലും മീറ്റർ അത് കറക്റ്റായിട്ട് ഡിക്റ്റേറ്റ് ചെയ്ത് കംപ്ലയിൻറ്റ് കാണിക്കും. അപ്പോൾ ലോ ആയിട്ടല്ല കാണിച്ചേക്കണേ, കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിച്ചേക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലയിൻറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കാം. വരുന്നുണ്ടെങ്കിൽ നമുക്കത് ബാറ്ററി വാറണ്ടി പീരീഡിലാണെങ്കിൽ 24 മാസം തികഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കത് വാറണ്ടിക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. പിന്നെ അതേപോലെ നമുക്കതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗമായാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റിയേക്കണതാണ്, ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. എൻജിൻ ഓയിൽ നമ്മൾ ലെവൽ നോക്കിയിരുന്നു, ലെവലുണ്ട്, കുഴപ്പമൊന്നുമില്ല, വലിയ പഴക്കമില്ലാത്ത ഓയിലെ കിടക്കാം. പിന്നെ മൈലേജിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് നിലവിൽ ചോക്ക് കേബിൾ നമുക്ക് മാറ്റി സെറ്റ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ മൈലേജ് പ്രോബ്ലം വരുമ്പോഴത്തേക്കും കാർബറേറ്ററും കൂടി നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. തീരെ മൈലേജ് കുറവുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ചോക്ക് കേബിളൊന്ന് മാറ്റിയിടാം. വാട്ടർ സർവീസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ വേണമെങ്കിൽ കാർബറേറ്ററും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ.
വാഷിങ്ങിൻ്റെ കേസ് ഞാൻ പറഞ്ഞില്ല, ഉള്ളിൽ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലേക്ക് ചെളി കയറി പിടിക്കുകയാണ്. അത് ക്ലിയർ ചെയ്ത് പോകണമാണ് കുറച്ചുകൂടി ബെറ്റർ. മൈലേജ് ഷോട്ട് എന്ന് പറയുമ്പോൾ എയർ ഫിൽറ്റർ പ്ലഗ് ഒന്നും കുഴപ്പമില്ല. പിന്നെ ഉള്ളത് കാർബേറ്ററിൻ്റെ ഭാഗത്താണ്. കാർബേറ്റർ ഫുള്ള് ചെളിയിൽ മുങ്ങിയൊരവസ്ഥയിൽ നിൽക്കാം, മണ്ണും ചെളിയൊക്കെ വന്ന് നിന്നിട്ട്. അപ്പോൾ അതൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് അതൊന്ന് ഫുള്ളായിട്ട് അഴിച്ച് ഉൾഭാഗം കൂടി കാർബേറ്ററിൻ്റെ ഉൾഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ മാക്സിമം പുറമേ നിന്ന് നമുക്ക് ചെയ്യാവുന്ന മൈലേജിൻ്റെ പരമാവധി നമുക്ക് ട്യൂണിങ്ങിലേക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റും. അത് വാഷിംഗ് ഒക്കെ ചെയ്യണ്ടെങ്കിലാണ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ വെറുതെ അഴിച്ച് ക്ലീൻ ചെയ്താലും വീണ്ടും തന്നെയാണ് അവസ്ഥ, ചെളി അതിൻ്റെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ നിലവിൽ എത്ര ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമ്മൾ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.